യൂസ്ഡ് ഫോണൊക്കെ 6 മാസം വരെ വാറണ്ടി കിട്ടിയാലോ? എന്നാലേ നമ്മുടെ കോഴിക്കോട് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അതായത് യൂസ്ഡ് ഫോൺസൊക്കെ 6 മാസം വരെ വാറണ്ടിയും അത് EMI-യോടെ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇവിടുന്ന് ഫോൺ കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ നമ്മുടെ കൊടുവള്ളിയിലെ ബിഷോപ്പറിലാട്ടുള്ളത്. ഇവിടെ വരിക അതുപോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ വരെ ആപ്പ് ഉണ്ട്. ആപ്പിൽ കയറി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കട്ടെ ഒന്ന്. ഞാൻ കുറേ കേട്ടിരിക്കുന്നു ബിഷോപ്പറിനെ പറ്റിയിട്ട്. എന്താണ് ശരിക്കും ബിഷോപ്പർ? ബിഷോപ്പ് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ബിഷോപ്പർ. 5 പേര് തുടങ്ങിയ ഒരു സംരംഭമാണ്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ്ഡ് മൊബൈല്, യൂസ്ഡ് ലാപ്ടോപ്പ്, ഇതാണ് യൂസ്ഡ്. ഈ യൂസ്ഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളിക്ക് പ്രത്യേകിച്ച് വാങ്ങിക്കാൻ കൂടുതൽ താല്പര്യവും എന്നാൽ ഒരു പേടിയുള്ളൊരു സംഭവമാണ്. എന്തെങ്കിലും പറ്റിക്കലാണോ എന്നുള്ളൊരു പേടിയുള്ള സംഭവമാണ് യൂസ്ഡിന്റെ കേസിൽ വരുന്ന സമയത്ത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കസ്റ്റമേഴ്സിന് 100% വിശ്വസിച്ചുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഷോപ്പർ. നമ്മൾ യൂസ്ഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ യൂസ്ഡ് ലാപ്ടോപ്പ് ആണെങ്കിലും 42 തരം ചെക്കിങ് കഴിഞ്ഞിട്ട് കംപ്ലൈൻസ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ പ്രൊഡക്റ്റ് മാത്രമാണ് ബിഷോപ്പറിൽ സെയിൽ ചെയ്യുന്നത്. അത് ഏത് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാലും ഫ്രഷ് ഏത് രീതിയിലുണ്ടോ ആ ഒരു കണ്ടീഷനിലെ ഫോൺ മാത്രമേ ബിഷോപ്പറിൽ സെയിൽ ചെയ്യൂ. അതും 6 മാസത്തെ വാറണ്ടിയിലാണ് ബിഷോപ്പറിൽ സെയിൽ ചെയ്യുക. 6 മാസം വാറണ്ടി ഫോണ് ഇന്ന് കേരളത്തിൽ 6 മാസത്തെ വാറണ്ടിയിൽ സെയിൽ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി വേറെ എവിടെ യൂസ്ഡ് ഫോൺ 6 മാസത്തെ വാറണ്ടി ആരും കൊടുക്കുന്നില്ല. അതിന് പുറമെ ഒരു കസ്റ്റമർ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 3 ദിവസം വരെ ആ ഫോൺ എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണെങ്കിൽ അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 3 ദിവസം റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 10 ദിവസം വരെ ആ പ്രൊഡക്റ്റിന് അവർക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം 6 മാസം വാറണ്ടിയും. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യൂസ്ഡ് ഫോൺ സെയിൽ ചെയ്യുന്ന ബിഷോപ്പറിൽ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. വേറെ എവിടെയും കൊണ്ടില്ല. EMI ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക്? അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇപ്പൊ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. പൊതുവെ സാമ്പത്തികമായിട്ട് എല്ലാവരും നല്ലൊരു ബുദ്ധിമുട്ട് കൂടി മുമ്പോട്ട് പോകുന്ന സമയമാണ്. അങ്ങനത്തെ കസ്റ്റമേഴ്സിന് അവർക്ക് 0 ഡൗൺ പേയ്മെന്റിൽ വരെ അവർക്ക് സിബിൽ സ്കോർ ഉള്ള ആളുകളാണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഫോൺ കൊടുക്കാൻ പറ്റും. ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഇവിടേക്ക് വരികയാണെങ്കിൽ അവരുടെ കയ്യിൽ ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം ഉണ്ടായാൽ മതി. അവർക്ക് ഇഷ്ടപ്പെട്ട യൂസ്ഡ് ഫോൺ 1 രൂപ പോലും തരാതെ നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റും. നമുക്ക് EMI ഇവിടെ മാത്രമല്ല ഓൾ കേരള, ഓൾ ഇന്ത്യ EMI ആകും. ഇന്ത്യയിൽ എവിടെയുള്ള കസ്റ്റമേഴ്സിനും EMI ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഡെലിവറി ഉണ്ട്. അതിന് പുറമെ ബിഷോപ്പർ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനി. ഞാൻ പറഞ്ഞ 4 വർഷമായി. സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയാലും ആപ്പ് സ്റ്റോറിൽ കയറി കഴിഞ്ഞാലും ഇനി വെബ് ആപ്പ് കയറി കഴിഞ്ഞാലും ഒക്കെ ബിഷോപ്പർ ഒന്ന് അടിച്ച് തിരിഞ്ഞിക്കണമെങ്കിൽ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ പ്രൊഡക്റ്റ്, എല്ലാ കാര്യങ്ങളും കസ്റ്റമേഴ്സിന് കാണാൻ പറ്റും. ഓൾ ഇന്ത്യ ഉള്ള ആളുകൾക്ക് അവർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളെ ആപ്പിൽ കയറിയിട്ട് പ്രൊഡക്റ്റിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും. ഓൾ കേരള ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 3 ദിവസം. ഇനി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ 1 ദിവസം അല്ല 3 ദിവസം. ക്യാഷ് ഓൺ ഡെലിവറി ഓൾ കേരള 3 ദിവസം. ഇനി പ്രീപെയ്ഡ് ആയിട്ട് ക്യാഷ് എടുക്കണമെങ്കിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ കേരളത്തിൽ എവിടെ നമുക്ക് ഡെലിവറി ഉണ്ട്. 24 മണിക്കൂർ കൊണ്ട് അവർ കേരളത്തിൽ എവിടെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ബിഷോപ്പറിന്റെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോ നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കമന്റ്, ഒരു അഭിപ്രായം ഒന്ന് അറിയിക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് നമ്മൾ ഇവിടുന്ന് സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് അയച്ചു കൊടുക്കും. അത് നമ്മൾ അടുത്ത വീഡിയോയില് കമന്റ് നമ്മൾ പിക്ക് ചെയ്യും. 2 പേരെ പിക്ക് ചെയ്യും. അവരുടെ അഡ്രസ് നമ്മൾ ചോദിച്ചിട്ട് വാങ്ങിക്കും. എന്നിട്ട് അവരെ വീട്ടിലേക്ക് നമ്മൾ ഈ സാധനം കുറെ അയച്ചു കൊടുക്കും. അതും 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയുള്ള സ്മാർട്ട് വാച്ച് ആണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് 2 പേർക്ക്. അപ്പൊ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒരു കമന്റ്. അത് വേണമെങ്കിൽ നല്ല മുമ്പോട്ട് പുതിയ വീഡിയോസ് കാര്യങ്ങൾ കാണാൻ പറ്റുമോ? അപ്പൊ ഇത്രയും കാര്യം ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഇത് അയച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മോഡൽസ് നോക്കിയാലോ? കാട്ടിക്ക് തരാം. നമ്മൾ ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് പ്രീമിയം ഫോണുകൾ വേണമെങ്കിൽ ഈ കൗണ്ടറിൽ, പിന്നെ ക്യാഷ് പ്രൈസ് റേഞ്ചിനനുസരിച്ച് ഓരോരോ കൗണ്ടറിൽ ഇപ്പൊ മൊത്തം 5 കൗണ്ടർ ഉണ്ട് ഇവിടെ ബിഷോപ്പറിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കസ്റ്റമർ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട റേഞ്ചിലുള്ള കൗണ്ടർ അവർക്ക് കാട്ടിക്കൊടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കും. ഇത് ഈ കൗണ്ടറിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറച്ച് പ്രീമിയം ഫോണുകളാണ്. ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷൻ ഉണ്ടോ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്നും സൂം ചെയ്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ഫ്രഷ് ഫോൺ, നത്തിങ് 1 എന്ന് പറഞ്ഞ മോഡലാണ്. 8 GB റാം, 256 GB സ്റ്റോറേജ് വരുന്ന ഫോണാണ്. ഇതൊക്കെ ഫ്രഷ് കണ്ടീഷൻ കമ്പനി നമ്മളെ കൊണ്ടുവന്ന് ഇവിടുന്ന് ബോക്സ് പൊട്ടിച്ചതാണ്. എന്നിട്ട് യൂസ്ഡ് ആക്കി കൊടുക്കുക. അതായത് സൂപ്പർ വാല്യൂ എന്നാണ് നമ്മൾ യൂസ്ഡ് ഫോൺ നമ്മൾ പറയുന്നത്. നമ്മൾ 42 തരം ചെക്കിങ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ പേരാണ് സൂപ്പർ വാല്യൂ. സൂപ്പർ വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് പൊട്ടിച്ച ഫ്രഷ് ഫോണാണ്.
8 GB 256, ഇതിന് വരുന്ന പ്രൈസ് 22,500. ഇതിന്റെ 12 GB 256 ഫ്രഷ് ഏതാണ്ട് നമ്മൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ 38 രൂപ വിലയുള്ള ഫോൺ യൂസ് ചെയ്യാണ്ട് നമ്മൾ ഇവിടെ പൊട്ടിച്ച് കൊടുക്കുന്ന പ്രൈസാണ് 24,500. അതിന് 8 GB റാം 256 വരുന്ന പ്രൈസ് 22,500. ഉണ്ടോ? ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷൻ അതേ കണ്ടീഷൻ, ഫ്രഷ് ഫോണിന്റെ അതേ കണ്ടീഷൻ, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇല്ല. നമ്മൾ 40 ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് ഒരു പൊടി സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതായത് ഫോൺ ഫ്രഷ് ഏത് കണ്ടീഷനോ ആ കണ്ടീഷനെ മാത്രമുള്ള യൂസ് നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ ഐഫോൺ 12 Pro 512 GB, ബാറ്ററി ചേഞ്ച് ഒന്നുമില്ല, ജെനുവിൻ 42,500, 512 GB ഐഫോൺ 12 Pro. അതുപോലെ നിങ്ങൾ അടുപ്പിച്ചിട്ട് കാണിച്ചതാ ഈ കാണുന്നതൊക്കെ യൂസ്ഡ് ഫോണുകൾ. S23 Ultra ഉണ്ട്, ഐഫോൺ 15+, 14+, S21. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഗൂഗിൾ പിക്സൽ. പിക്സലിന്റെ എല്ലാ മോഡലും നമ്മുടെ അടുത്ത് കളക്ഷൻ ഉണ്ട്. അതൊക്കെ വെച്ചാൽ അധികം ജപ്പാനിൽ നിന്ന് വരുന്ന സാധനമാണ്. ഫ്രഷ് കണ്ടീഷൻ. അതായത് ഇപ്പോൾ അവിടെ പിക്സൽ 8 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്. പിക്സൽ 8 വന്നുകൂടി പിക്സൽ 7 കംപ്ലീറ്റ് ആണ് ഔട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഫോണുകൾ യൂസ് ചെയ്യാൻ നോൺ ആക്റ്റീവായിട്ട് ഇവിടേക്ക് യൂസ് ആയിട്ട് പോരും. ഏതാണ്ട് 70-75 രൂപ വിലയുള്ള ഫോൺ 25 രൂപ 30 രൂപ റേഞ്ചിൽ നമുക്കിവിടെ യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒക്കെ ഫ്രഷ് കണ്ടീഷനുള്ള ഫോണാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ പിക്സലിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഗൂഗിൾ പിക്സലിന്റെ എല്ലാ മോഡലും ഇപ്പോൾ ബിഷോപ്പിൽ അവൈലബിൾ ആട്ടോ. പിക്സൽ 4a 5G 5, 6, 7, 8 വരെയുള്ള എല്ലാ മോഡലും ബിഷോപ്പിൽ. ആപ്പ് ഒന്ന് കയറി ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ആപ്പിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ തന്നെ ഓപ്പോയുടെ ഒരു ഫോൺ ഉണ്ട്, മടുക്കാൻ പറ്റുന്ന ഫോൺ, മടക്കി കഴിഞ്ഞാൽ കുഞ്ഞു ഫോൺ. ഇതൊക്കെ ഫ്രഷ് 70 രൂപ വരുന്ന ഫോണാണ്. ഫ്രഷ് കണ്ടീഷൻ തന്നെ. ഇത് വരുന്ന പ്രൈസ് 34 രൂപ. 34 രൂപ. ഒന്നുമില്ല. നമ്മൾ റീപ്ലേസ് എന്ന ഒരു ഓപ്ഷനേ ഇല്ല. ഒരു സർവീസോ കാര്യങ്ങളോ ചെയ്ത ഫോൺ ഇവിടെ സെയിൽ ചെയ്യുന്നില്ല. അതാണ് നമ്മളെ പോളിസി. അപ്പോൾ പിക്സൽ 7 Pro 7 Pro റേറ്റ് വരുന്നത്? 7 Pro പ്രൈസ് വരുന്നത് 37 രൂപ. 90 രൂപ പുതിയ വിലയുള്ള ഫോണാണ്. ബിഷോപ്പിൽ ഇപ്പോൾ സെയിൽ ഫ്രഷ് കണ്ടീഷൻ ഫോൺ സെയിൽ ചെയ്ത് 37 രൂപ. ഇതൊക്കെ കസ്റ്റമർക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ അവർക്ക് വാങ്ങിച്ചിട്ട് പോകാം. അതേപോലെ ഈ കാണുന്നതൊക്കെ വിവോ ഉണ്ട്, ഓപ്പോ ഉണ്ട്. വിവോൻ്റെ ഒക്കെ പ്രീമിയം ഫോൺ X19 Pro ഇതൊക്കെ പുതിയത് ഏതാണ്ട് 90 രൂപ വരുന്ന ഫോണാണ്. ബിഷോപ്പിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന നേർ പകുതി പൈസക്ക് 45 രൂപയ്ക്ക് ബോക്സ് ചാർജർ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളെ കണ്ടീഷന്. ഈ കൗണ്ടറിനെ പുറമെ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഫ്രഷ് ഫോണുകളാണ്. ഇതൊക്കെ ഐഫോൺ ഫ്രഷ് ഫോണുണ്ട്. സാംസങ്, ഓപ്പോ, പിന്നെ റിയൽമി, റെഡ്മി ഇതൊക്കെ ഫ്രഷും ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ബോക്സ് പീസ് യൂസ്ഡ് ഫോണുകളാട്ടോ. സാംസങ്ങിന്റെ പ്രീമിയം ഫോൺ, ഐഫോൺ ഇതൊക്കെ ബോക്സ് പീസുകളാണ്. ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം, നല്ല കാര്യങ്ങൾ തീരും. പിന്നെ അതിന് പുറമെ ഈ കൗണ്ടറിൽ കാണുന്നതൊക്കെ ഒരു 15 രൂപ റേഞ്ചിൽ, അതായത് പുതിയൊരു 30 രൂപ റേഞ്ചിൽ വരുന്ന ഫോണിന്റെ യൂസ്ഡ് 15-16 റേഞ്ചിൽ വരുന്ന കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള ഫോണുകളൊക്കെ ഒന്ന് അടുപ്പിച്ച് പിടിച്ചൊക്കെ കാണാം. അതൊക്കെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള ഒരുപാട് ഫോണുകൾ കാണുന്നതൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഫുൾ ആപ്ലിക്കേഷനിലുണ്ട്. നമ്മൾ ഓരോന്നിന്റെ പ്രൈസ് വരലൊടിക്കാൻ നമുക്ക് ഈ വീഡിയോ 2-3 മണിക്കൂർ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാം. അവർക്ക് ഗൂഗിളിൽ കയറ്റൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ വാറണ്ടി ബാക്കിയുള്ള കമ്പനി വാറണ്ടിന്റെ ബാക്കിയുള്ള ബോക്സ് പീസുകൾ. ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇതൊക്കെ കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ള ബോക്സ് പീസുകൾ. പിന്നെ അതിന് പുറമെ ഇവിടെ വരുന്നത് കഴിഞ്ഞാൽ 10 രൂപയുടെ താഴെ വരുന്ന ഫോണുകൾ. 10 രൂപയുടെ താഴെ 8 GB റാം 128 GB സ്റ്റോറേജ് ഒക്കെ വരുന്ന 10 രൂപയുടെ താഴെ വരുന്ന ഫോണുകളാണ് ഇത് വരുന്നൊക്കെ. അപ്പോൾ തന്നെ നോക്കിന്റെ ടാബ് ഒക്കെ ഉണ്ട്. ടാബിനൊക്കെ എങ്ങനെയാണ്? ഈ ടാബ് പുതിയത് 22 രൂപ വരുന്ന ടാബാണ്. യൂസ് ചെയ്തിട്ടില്ല പുതിയ ടാബ് തന്നെ. വരുന്ന പ്രൈസ് 11,500. 4 GB റാം 64 GB സ്റ്റോറേജ്, ഡബിൾ സിം ഉപയോഗിക്കാൻ പറ്റുന്ന ഓഫീസ് യൂസേജിനും കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഗെയിമിങ്ങിനും ഒക്കെ പറ്റിയ ടാബുകളാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് സ്റ്റോക്ക്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെറിയ പ്രൈസിൽ റേഞ്ചിലുള്ള ഫോണുകൾ ഒരു 6-7 രൂപ റേഞ്ചിൽ വരുന്ന ഫോണുകൾ. ഒരു 5 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ചെറിയ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ് ഇതിൽ കാണുന്നതൊക്കെ. എല്ലാ ഡീറ്റെയിൽസും ആപ്ലിക്കേഷനിലുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് കാണാം. അതിനൊക്കെ പുറമെ നമുക്ക് ആക്സറീസ്, വാച്ചുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിന് ബാക്കി ഒരു ലാപ്ടോപ്പ്, യൂസ്ഡ് ലാപ്ടോപ്പ്, അതും ഇന്ന് കേരളത്തിൽ 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ യൂസ്ഡ് ലാപ്ടോപ്പ് കൊടുക്കുന്നത്. 1 വർഷം വാറണ്ടിയിലാണ് ബിഷോപ്പിൽ യൂസ്ഡ് ലാപ്ടോപ്പ് കൊടുക്കുന്നത്. നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ലാപ്ടോപ്പിന് തന്നെ ഒരു കാറ്റഗറി കാണാം. അതിലുള്ള ഒരു 30-ൽ പരം മോഡൽ സ്റ്റോക്ക് ഇപ്പം ഉണ്ട്. അത് കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാം. ഇനി അത് ഈ ലാപ്പിനും വേണമെങ്കിൽ അവർക്ക് EMI ഉണ്ട്.
അതിന് നമുക്ക് പുതിയത് 1,00,000 മുകളിൽ 1-1.25 ലക്ഷം വരുന്ന ലാപ്പുകളൊക്കെ സെക്കൻഡ് വരുന്നത് 30-35 റേഞ്ചിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. 50-60 റേഞ്ചിൽ ഫ്രഷ് വരുന്നതിന്റെ യൂസ്ഡിന്റെ പ്രൈസ് 23 റുപ്യ 19 റുപ്യ ആ റേഞ്ചിൽ വരുന്ന ഒരുപാട് മോഡൽ നമ്മൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ലിങ്ക് അങ്ങ് വിട്ടുതരാം, അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതും ഞാൻ പറഞ്ഞു, ലാപ്ടോപ്പും കസ്റ്റമർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ്, ക്യാഷ് ഒന്നും തരാതെ ലാപ്ടോപ്പ് എടുത്തിട്ട് നമുക്ക് കാർഡ് ബജാജിന്റെ കാർഡ് ഇല്ലാത്തവർക്ക് നമുക്ക് എടുത്ത് ബജാജിന്റെ കാർഡ് ഇല്ലാത്ത ആളുകളാണ് ഇവിടെ എടുക്കാനുള്ള സംവിധാനം ഉണ്ട്. ചെയ്യാൻ പറ്റില്ല. സിവിൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പൊ തന്നെ ബിഷോപ്പറിന്റെ 3 അടവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഫോണോ ഒരു ലാപ്പോ എടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരാൾ ബിഷോപ്പറിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്തായാലും EMI കൊടുക്കാൻ പറ്റും. സിബിൽ സ്കോർ വേണം. നെഗറ്റീവ് ഉള്ള ആളുകൾ വന്നിട്ട് കാര്യമില്ല, സിബിൽ സ്കോറുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒക്കെ 10-12 റുപ്യ റേഞ്ചിൽ വരുന്ന 5G ഫോണുകളാണ് കംപ്ലീറ്റ്. ഇതൊക്കെ 5G ഫോണുകളാണ്. ഒക്കെ നല്ല നീറ്റ് ക്ലീൻ പീസ് ഫോണുകളായിരിക്കും. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഫോണുകൾ മാത്രമേ നമ്മൾ ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന് പുറമെ ഒരു വാച്ച് പരിചയപ്പെടുത്തി തരാം. ഇത് 10,000 രൂപ പുതിയ വിലയുള്ള വാച്ചാണ്. ഇത് ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ സെയിൽ ചെയ്യുന്ന 4,000 രൂപക്കാണ്. ഇതേ പ്രൊഡക്റ്റ് 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ ബിഷോപ്പറിൽ ഇപ്പൊ സെയിൽ ചെയ്യുന്ന പ്രൈസ് 2,500. അതും 1 ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. കസ്റ്റമർക്ക് ഇത് വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയ വാച്ച് കൊടുക്കും. നേരിട്ട് ഇവിടെ വന്നാൽ മതി, നേരിട്ട് ഇവിടെ വരിക അല്ലെങ്കിൽ കൊറിയർ അയക്കുകയോ ചെയ്താൽ മതി. നമ്മളെ കേരളത്തിലെ എവിടെയുള്ള കസ്റ്റമർ, ഇന്ത്യയിലെ എവിടെയുള്ള കസ്റ്റമർക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അവർ ബിഷോപ്പറിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് കസ്റ്റമർ കെയർ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്മൾ ഇത് മൊത്തം 4,500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. ഇതിലൊരു 1,200 സ്ക്വയർ ഫീറ്റ് മാത്രമേ നമ്മൾ സെയിലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് നേരിട്ട് കയറി കാണാം. 2 തട്ടായിട്ടുണ്ട്. നമ്മുടെ ആപ്പിന്റെ ബാക്കപ്പ്, കസ്റ്റമർ സർവീസ് സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും കസ്റ്റമർ കെയർ എല്ലാം ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബിഷോപ്പ് മുമ്പോട്ട് പോകുന്നത്. ഒരു സാധാരണ ഷോപ്പിന്റെ സെറ്റപ്പ് അല്ല. നമുക്ക് കസ്റ്റമർ കെയർ ഉണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ആപ്പിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പ്രൊഡക്റ്റ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് ഒക്കെ കാട്ടി കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ മതി. നമുക്ക് സർവീസിന്റെ കാര്യങ്ങളൊക്കെ കാണാം. വരി. ഇനി നമുക്ക് ബിഷോപ്പറിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവാം. അതെ അതെ. ഇതാണ് നമ്മളെ കസ്റ്റമർ കെയർ. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്ത് കസ്റ്റമർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ബിഷോപ്പിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുൾ ടൈം വരെ സപ്പോർട്ട് ഉണ്ടാവും. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാട്ടി കൊടുക്കാം. അതിനുള്ള ഏരിയ ആണിത്. എല്ലാ തരത്തിലുള്ള കസ്റ്റമർ കെയർ. അതിനുശേഷം നമുക്ക് ആപ്പിൽ ഓർഡർ വരുന്ന കാര്യങ്ങൾ കൺഫേം ചെയ്യുന്ന ഏരിയകൾ, അതുപോലെ നമ്മുടെ ബിഷോപ്പിന്റെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയകളാണ് ഈ കാണുന്നതൊക്കെ. ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിഷോപ്പിന്റെ സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ ഫോൺ ചെക്ക് ചെയ്യുന്ന ഏരിയ 40 ചെക്കിങ്, ആ ചെക്കിങ് നടക്കുന്ന ഏരിയ അവിടെ കണ്ട പോരെ. മുകളിൽ കാണുന്നത് ഫോണിന്റെ ചെക്കിങ് നടക്കുന്ന ഏരിയ ആണ്. നമ്മള് കസ്റ്റമർ സ്റ്റാഫ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുന്ന ഏരിയ. പറഞ്ഞ ഫ്രണ്ട് മാത്രമല്ല, നമ്മൾ സാധാ ഒരു സെയിൽ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആ കസ്റ്റമർക്ക് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഇതിന്റെ ബാക്കിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പ്രൊഡക്റ്റ് എടുത്തതോടുകൂടി കസ്റ്റമറുള്ള ബന്ധം നമ്മൾ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതോടുകൂടിയാണ് നമ്മൾ ബിഷോപ്പർ കസ്റ്റമറുമായിട്ട് നമ്മൾ നമ്മുടെ തുടങ്ങുന്നത്. അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ബിഷോപ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഏത് സമയത്തും. അപ്പോൾ തന്നെ ഞായറാഴ്ച നമുക്ക് ഓപ്പൺ ആണ്. നമുക്ക് ബിഷോപ്പറിൽ ലീവ് ഇല്ല. എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ ചാനലിൽ തുടക്കം മാത്രമാണ്. ബിഷോപ്പിനെ കുറിച്ച് മൊത്തത്തിൽ ചെറിയൊരു കാര്യങ്ങൾ ആർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാം. അപ്പോൾ ഇനി യൂസ്ഡ് ഫോണോ ഒരു യൂസ്ഡ് ലാപ്ടോപ്പോ ഇനി ഫ്രഷ് ഫോണോ എന്ത് തന്നെ വാങ്ങിക്കുകയാണ് ഒരു ആക്സറീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒക്കെ ആക്സറീസ് വരെ നമുക്ക് EMI കൊടുക്കാൻ പറ്റും കേട്ടോ. കസ്റ്റമർക്ക് ഒരു 100% വിശ്വസിച്ച് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കണം എന്ന് താല്പര്യമില്ല. എവിടെയുള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് വരാൻ പറ്റുന്ന നേരിട്ട് ഇവിടേക്ക് വരാം. വന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് വേണ്ടി EMI ചെയ്തിട്ട് ഒരു രൂപ പോലും തരാതെ അവർക്ക് പ്രൊഡക്റ്റ് ആയിട്ട് തിരിച്ചു പോകാം. അതും 6 മാസത്തെ വാറണ്ടിയിൽ. ഇതിൽ കൂടുതൽ ഒരു ഓപ്ഷൻ എന്താ പറയുക, സെക്കൻഡ് ഫോണിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. കൊടുക്കാനുള്ള എല്ലാ കാര്യവും ബിഷോപ്പർ നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമായി ബിഷോപ്പർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആകാതെ നമുക്കറിയാം. നെഗറ്റീവോ കാര്യങ്ങളുണ്ടെങ്കിൽ 1 മണിക്കൂർ മതി ഇത് ക്ലോസ് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ കസ്റ്റമറെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ 100% ഓക്കെ എന്നുള്ളൊരു വിശ്വാസം നമുക്കും ഉണ്ട്. ആ ഒരു വിശ്വാസം കസ്റ്റമർക്ക് ഉള്ളതുകൊണ്ടാണ് പല ഭാഗത്തുനിന്നും ഇന്ന് കേരളത്തിൽ ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തുള്ള ജില്ലകളിൽ നിന്ന് കംപ്ലീറ്റ് കസ്റ്റമർ ബിഷോപ്പിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കും.
ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ചെറിയ ബ്രേക്ക്.